ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മാത്രമല്ല, സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിച്ഛായുള്ള ഒരു വ്യക്തിയാണ്. ആലപ്പുഴയിൽ വി എസ് അച്യുതാനന്ദന് ശേഷം ഏറ്റവും ജനസമ്പന്നനായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹം യാതൊരു അഴിമതിയും ചെയ്യാത്ത ആളാണ്. അതാണ് 10 കൊല്ലം മന്ത്രിയായിരുന്നു. 10 വയസ്സുള്ള അഴിമതി നടത്തിയിട്ടില്ല. അത് ആളുകൾക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നേതാവ് പാർട്ടിയിൽ നിന്നുള്ള അവഗണനയും അവഹേളനവും സഹിക്ക വയ്യാതെ ഒരു റിബലായിട്ട് മത്സരിക്കേണ്ടി വരുന്ന സാഹചര്യം. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രാജി ചെറ്റത്തരമാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ ഈ പാർട്ടി കൂട്ടിയോ? അതുകൊണ്ട് എന്ത് പറ്റി? അരൂരിൽ തോറ്റു, ആലപ്പുഴ തോറ്റു, അമ്പലപ്പുഴ തോറ്റു, കുട്ടനാട് തോറ്റു, കായംകുളം തോറ്റു. ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് ചേർത്തല ഒഴിച്ച്, ചേർത്തല സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ്, സി പി എം മത്സരിച്ച എല്ലാ സീറ്റും തോറ്റു. അതെ. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മനസ്സിലായി സുധാകരൻ ആരായിരുന്നു, അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് സംഭവിച്ച ദോഷം എന്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും ഇവർ വോട്ട് ചെയ്യുമോ? അത് ഞാൻ പറഞ്ഞത് 102 നിൽക്കാൻ പാടില്ലായിരുന്നു. ഇത് അതിൻ്റെ തോതനുസരിച്ചാണെങ്കിൽ 115 വരെ പോകുമായിരുന്നു.